ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ്. മക്കളെ, നിങ്ങളെല്ലാവരും നല്ലവണ്ണം നല്ല പരിപാടികളൊക്കെ ഇവിടെ നടത്തി. ഞങ്ങളെല്ലാവരും ശാന്തമായി എല്ലാം കണ്ടു, കേട്ടു, ആസ്വദിച്ചു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളും അങ്ങനെയൊക്കെ ആയി തീരാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നന്നായി. ഓക്കെ, ഉണ്ണീശോയ്ക്ക് കൈയടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ആശംസ അല്ലെങ്കിൽ ഒരു പ്രസംഗം, ഒരു സന്ദേശം ഒക്കെ കൊടുക്കുവാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു പ്രാസംഗികനല്ല. ഞാൻ സാധാ ഒരു മനുഷ്യനാണ്. വിദ്യാഭ്യാസമോ പാഠമോ ഒന്നുമില്ലാത്ത സാധാരണ ഒരു മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട ഇന്നിവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കുന്ന എൽദോസ് സാറ്, അതുപോലെ പ്രേംപ്രകാശ് സാറ്, സിറിൽ ജോസ്, മറ്റ് വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രത്യേക സ്നേഹത്താൽ എനിക്ക് ഈ കൂട്ടായ്മയിൽ വരുവാൻ നല്ലവനായ ദൈവം അനുവദിച്ചതിന് 1000 നന്ദി പറയുകയാണ്. ഈശോ ജനിച്ചപ്പോൾ പറഞ്ഞ വാക്കിതാണല്ലോ, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സമാധാനം അനുഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂര് ജനിച്ച രാജു എന്ന് പറഞ്ഞ സാധാരണക്കാരൻ ഒരിക്കൽ എൻ്റെ കുടുംബത്തിൽ 9 മക്കളാണ്. 9 മക്കളെ പേറ്റുവാൻ, അവരെ സംരക്ഷിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്തിനു പറയുന്നു, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് കുറേ കാലം എൻ്റെ ചാച്ചനൊക്കെ മലബാറിലേക്ക് പോയി. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5 പൈസ ഉണ്ടെങ്കിൽ 6-12 കിലോമീറ്റർ നടക്കാതെ സ്കൂളിൽ പോകാമായിരുന്നു. എനിക്ക് അത് തന്നു വിടാൻ എൻ്റെ പിതാവിന് അന്നത്തെ നിവൃത്തിയില്ലാതെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ 10 പൈസ ഇല്ലാത്തതുകൊണ്ട് 12 കിലോമീറ്റർ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന് സ്കൂളിൽ പോയ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ കുറേ മനുഷ്യർക്ക് ആഹാരം കൊടുക്കുവാൻ, അന്നം കൊടുക്കുവാൻ നിമിത്തമാക്കി എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സിറിൽ ജോസും കുടുംബവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പടമുഖം സ്നേഹമന്ദിരത്തിൽ വന്ന് അവിടെയുള്ള മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വിളമ്പിക്കഴിഞ്ഞ് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ സിറിൽ എന്നോട് ചോദിച്ചു, ബ്രദറിന് അമേരിക്കൻ വിസ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എന്നാൽ ബ്രദറ് ഓണനാളിൽ ഇവിടെ ഓണത്തിൻ്റെ വിശേഷത്തിന് KSCയുടെ മീറ്റിങ്ങിന് ഇവിടെ വരാമോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴത്തെ സാഹചര്യം എനിക്കില്ല, നോക്കട്ടെ, ക്രിസ്തുമസ് നാളിൽ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ടവരുടെ നല്ല മനസ്സിനാൽ അയോഗ്യനായി എനിക്ക് ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം വരുന്ന ആഴ്ച 22-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ 8 ദിവസമുണ്ട്. 8 ദിവസത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് കിടക്കാനുള്ള സൗകര്യം തരുന്നു, കാപ്പി തരുന്നൊക്കെയുണ്ട്. ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട ബ്രദറിൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം ധരിക്കാനായിട്ട് ഇടവന്നു. ഇന്ന് ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ മനുഷ്യരെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹമന്ദിരത്തിലെ മനുഷ്യർക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട്
നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മലയാറ്റൂർ മലമുകള് കയറുമ്പോൾ ഒരു ഭിക്ഷാടകനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ജീവനാണെന്നുള്ള തോന്നലാണ് എന്നെ ഒരു പാവപ്പെട്ടവരെ ഒരു അനാഥ മന്ദിരം തുടങ്ങുവാനായിട്ട് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് 3 പേരും 7 കിലോ അരിയുമായി തുടങ്ങിയതാണ് സ്നേഹമന്ദിരം. പ്രിയപ്പെട്ടവരെ, 5000-ത്തിലധികം മനുഷ്യർ പലതരത്തിലൂടെയുള്ള ജീവിതങ്ങൾ അതിൻ്റെ തണലിൽ വന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ അവസരത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സഹോദരനെ ഞാൻ ഒരിക്കൽ സ്നേഹമന്ദിരത്തിൽ ഒരു 20 വയസ്സായ ഒരു രോഗിയുണ്ട്, ബുദ്ധിമാന്യം സംഭവിച്ചൊരു വ്യക്തിയാണ്. ആ മനുഷ്യൻ ഒരിക്കൽ എന്നോട് ദൈവം ഒരിക്കലും വലിയ അംഗീകാരം ADGP പത്മകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു അംഗീകാരം തരാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അംഗീകാരം മേടിച്ച് ഞാൻ അംഗീകാരമുഖിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ദൈവം ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട രാജു, നീ അഹങ്കരിക്കേണ്ട. കാരണം ആ ബുദ്ധിമാന്യമുള്ള സിജുമത്തായി നിന്നെ ഈ ഭൂമിയിൽ അതുപോലെ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചാൽ നിനക്കെങ്ങനെ ഈ അംഗീകാരം കിട്ടും? ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്തെങ്കിലും തരത്തിൽ എങ്ങനെ ആയിത്തീരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് ദൈവം തന്ന കരുണയിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി കനാനായ സഹോദരങ്ങൾക്ക് എന്നും അഭിമാനിക്കാനുള്ള വകയുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ കൂട്ടായ്മ മുഴുവൻ ഒന്നിച്ചിവിടെ ചേർന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ നന്മകളും 1000 നേർന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മ എനിക്കെന്ത് സന്തോഷം തോന്നുന്നു. ഞാൻ ഇന്നലെ വന്ന് നാളെ എന്നെ 1-2 പേര് വന്ന് പറഞ്ഞു, ബ്രദറെ നാളെ നീണ്ടൂർ സംഗമമുണ്ട്. കാരണം രാജു ബ്രദർ നീണ്ടൂർക്കാരനാണ്, നീണ്ടൂരാണ് ജനിച്ചത്. നീണ്ടൂർ സംഗമമുണ്ട്. അതെല്ലാം കൂട്ടായ്മയുടെ മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, പലർക്കും എന്നോട് അസൂയ. കാരണം കനാനായ സഹോദരങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും മലയിടുക്കിൽ 350 പേർക്ക് 3 നേരവും അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കനാനായിക്കാരുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ ബലമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ എനിക്ക് നൽകിയ ഈ അവസരത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനായി എന്നെ ക്ഷണിച്ച ഈ കൂട്ടായ്മയിലുള്ള KCC അംഗങ്ങളായിരിക്കുന്ന എല്ലാവരോടും, കമ്മിറ്റി അംഗങ്ങളോടും, ഈ നാടിനോടും ഹോസ്റ്റലിലുള്ള നല്ലവരായ എല്ലാവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.